ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് കോളിഫ്ലവർ കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കറിയല്ല, റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കോളിഫ്ലവർ ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ പകുതി അന്ന് എടുത്തു കറി ഉണ്ടാക്കി. ചപ്പാത്തിയുടെ കൂടെയും പിന്നെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്, ചോറിൻ്റെ കൂടെയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റോസ്റ്റാണ് കേട്ടോ. കോളിഫ്ലവർ അതിന് ഞാൻ ആവിയിൽ ആദ്യം തന്നെ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും റോസ്റ്റ്, നമ്മൾ ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്യില്ലേ, അതേമാതിരി തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കയെല്ലാം ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റാൻ പോവുകയാണ് കോളിഫ്ലവർ. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വേവും, കുക്കറിലിട്ടാൽ ഒരുപാട് വേവും. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാനിതെല്ലാം ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഞാനിത് കോളിഫ്ലവർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കേട്ടോ, മൂത്ത് വന്നപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതിൽ ടൊമാറ്റോ, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച്, വെളുത്തുള്ളി വെറുതെ ഇട്ടതാണ് കേട്ടോ, ഇഞ്ചി എല്ലാം വെറുതെ ചതച്ചിട്ടതാണ്. നമ്മളിതൊന്ന് നന്നായി വാടിക്കഴിഞ്ഞിരുന്ന് ഞാൻ മസാല ചേർത്തിട്ടുണ്ട് കുറച്ച്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ അരച്ചിട്ട് മസാലയാണിത്. എല്ലാം ചേർത്തിട്ട് തേങ്ങ കറുത്തിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ എല്ലാം കൂടി പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതേമാതിരി തന്നെ ഞാനിത് ഇവിടെ സ്റ്റീമറിൽ കോളിഫ്ലവർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഗരം മസാലയും എല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഇതാ കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഇത് നമ്മുടെ ശ്രീലങ്കൻ മല്ലി ഇല കേട്ടോ, അത് ഞാൻ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് എല്ലാം ആയി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി ഗരം മസാലപ്പൊടി കൂടി ഇട്ടു. ഇനി നമുക്കിത് കോളിഫ്ലവർ വേവിച്ച് വെച്ചതാണ് കേട്ടോ സ്റ്റീമറിൽ. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവർ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇത്തിരി തേങ്ങാപ്പാൽ കലക്കി വെച്ചത്, ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പം നമ്മുടെ റെഡിയായി കോളിഫ്ലവർ റോസ്റ്റ്